നമസ്കാരം. ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് വിനയമാണ്. എല്ലാവർക്കും വിനയം വേണമെന്നില്ല. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പോലെയോ കാർത്തികേയനെ പോലെയോ ഒന്നും ആകാൻ കഴിഞ്ഞു എന്ന് വരില്ല. എല്ലാവർക്കും പന്ന്യൻ രവീന്ദ്രനെ പോലെയോ VS അച്യുതാനന്ദനെ പോലെയോ ആകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ കുറഞ്ഞപക്ഷം പിണറായി വിജയനെ പോലെ ആകാതിരിക്കാനെങ്കിലും ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ്. ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 5 വർഷങ്ങളായി, ഇപ്പോൾ BJPക്ക് ഭരണം കിട്ടിയത് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് BJP ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തത്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ 5 വർഷത്തെ പ്രവൃത്തികൾ പിണറായി വിജയൻ്റെ ചെയ്തികളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ആ തരത്തിലായിരുന്നു അവരുടെ ഓരോ പെരുമാറ്റവും. ഇത്രയും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ തരത്തിൽ പെരുമാറുന്ന മറ്റൊരു വനിതയോ ഒരു നേതാവോ ഇല്ലായിരുന്നു. പല വിഷയങ്ങളിലും അവർ പ്രതിപക്ഷത്തെ പോലും യാതൊരു തരത്തിലും അവരെ ഒന്നും മാനിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ, അവരുടെ മേശപ്പുറത്ത് കൂടി കയറി അവരുടെ ഡൈസിലേക്ക് പോവുക, അങ്ങനെ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആര്യ രാജേന്ദ്രൻ ചെയ്തിരുന്നു. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ജനങ്ങൾ വെറുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ചിത്രമെടുത്താൽ അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ആര്യ രാജേന്ദ്രൻ തന്നെയായിരിക്കും. പിണറായി വിജയൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. പിണറായി വിജയനെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, പ്രവർത്തനങ്ങളെ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ട്. അത് മനസ്സിലടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഭയപ്പാട് കൊണ്ട് പുറത്ത് പറയാത്തവരുണ്ട്, പാർട്ടിയിലെ അണികൾ ഉൾപ്പെടെ. അവിടെയാണ് ആര്യ രാജേന്ദ്രനെ പോലെയുള്ളവരുടെ കാര്യം. ആര്യ രാജേന്ദ്രൻ 5 വർഷം വളരെ നിരവധി അഴിമതികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്തതിൻ്റെ പേരിൽ ടിപ്പർ വാടകയ്ക്കെടുത്തു എന്നതിൻ്റെ പേരിൽ തന്നെ 2,85,000 രൂപയോ മറ്റോ അവിടെ നിന്ന് ഇത്തരത്തിൽ എഴുതിയെടുത്തു. ഈ ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്യാൻ വന്ന തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കനും കുപ്പിവെള്ളവും ഏത്തപ്പഴവും വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞ് വേറെയും കുറേ പണം കൊടുത്തു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. പിന്നെ വീട്ടുകാരൻ തട്ടിപ്പ്, അങ്ങനെയുള്ള വിഷയങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ജനങ്ങളോടൊന്ന് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ ഈ രാഷ്ട്രീയ നേതാവ് ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ആര്യ രാജേന്ദ്രൻ എന്നുള്ളൊരു പേര് പോലും കേൾക്കാനില്ല. ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിച്ചു. അത് സാധാരണ എല്ലാ അന്തം കമ്മികളും ചെയ്യുന്നത് പോലെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിടുന്ന ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകൾ പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റ് മാത്രമാണ്. ഞാനിത് ഓർക്കാൻ കാരണം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആര്യ രാജേന്ദ്രനെ കുറിച്ച് കേൾക്കാനേ ഇല്ല. തിരുവനന്തപുരം നഗരസഭയിൽ മത്സരത്തിൽ പോലും ഇലക്ഷനിൽ പോലും അവർ പ്രചരണ രംഗത്തില്ലായിരുന്നു. കാരണം പാർട്ടിക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു ആര്യ രാജേന്ദ്രനെ ഒന്ന് മുന്നിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ അവർ പ്രചാരണത്തിന് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് KSRTC ഡ്രൈവറായ യദുവിൻ്റെ ആ ബസ് തടഞ്ഞു നിർത്തി കാണിച്ച ആ ഒരു പട്ടിഷോയാണ്. ആ പട്ടിഷോയിലാണ് ആര്യയുടെ സഹോദരൻ്റെ ഭാര്യയും ഭർത്താവും ഒക്കെ ചേർന്ന് ഈ വാഹനം തടഞ്ഞു നിർത്തി ആ ചെറുപ്പക്കാരനെ, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വാഹനം ഓടിച്ചു വന്ന ആ ചെറുപ്പക്കാരനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അയാളെ സ്റ്റേഷനിൽ ഇരുത്തുകയും മാപ്പ് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കാതെ അയാളുടെ ജോലി കളയുകയും ചെയ്തത്. ഒരു സാധാരണക്കാരൻ, അവൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അയാൾ ആ ജോലിക്ക് ഇറങ്ങിയത്. ആ ഒരു കരുണ പോലും കാണിക്കാതെ ഏത് രാഷ്ട്രീയ നേതാവാണ് അങ്ങനെ കാണിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ഒരാളുടെ ജോലി കളഞ്ഞ് തെറ്റ് കാണിച്ചത് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി അഥവാ യദുവിൻ്റെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ തന്നെ അയാൾ കാല് പിടിച്ച് പലതവണ പറഞ്ഞതാണ് അയാളുടെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന്. അതിന് പോലും തയ്യാറാകാതെ അവരെ പ്രൈവറ്റ് ബസ്സിൽ പോലും അയാൾ ജോലിക്ക് കയറിയപ്പോൾ അതിൻ്റെ ഉടമകളെ പോലും ഇവർ വിരട്ടിയെന്നാണ് യദു ആരോപിക്കുന്നത്. ഒടുവിൽ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് ആയി പോവുകയാണ് ഇപ്പോൾ യദു. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളൊരു കാര്യം, ഈ രാഷ്ട്രീയ നേതാക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണക്കാരായ ജനങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഈ ഒരു ഓണറേറിയവും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ആ ജനം ഇതെല്ലാം കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളോട് പരസ്യമായി പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാൽ പലരും ഭയം കൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങളോടൊപ്പം എപ്പോഴും കുറേ അണികളുണ്ടാവും. അത് എല്ലാ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും ലീഗുകാരുടെയും ഒക്കെ കാര്യം മാറ്റി നിർത്താം, കാരണം അവരൊക്കെ വളരെ സൗമ്യതയുള്ള ആൾക്കാരാണ്. പക്ഷേ അങ്ങനെയല്ല CPIക്കാരും വളരെ സൗമ്യതയുള്ളവരാണ്. പന്ന്യൻ രവീന്ദ്രനൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ്. പന്ന്യൻ രവീന്ദ്രൻ രാത്രി ട്രെയിനിൽ വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു ബാഗും തൂക്കി പിടിച്ച് തമ്പാനൂരിലെ ഫുട്പാത്തിൽ കൂടി നടന്നു പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടതാണ്. അതും ഒരു നേതാവാണ്. അതുപോലെയല്ല പിണറായി വിജയൻ. അങ്ങനെയാണോ? പിണറായി വിജയനും CPM നേതാക്കളും ഒക്കെ അങ്ങനെയാണോ? അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും
അത്ര തരത്തിലുള്ള, അതായത് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും സൈബർ ആക്രമണങ്ങളുമാണ് നിങ്ങൾ നടത്തുന്നത്. ഉദാഹരണത്തിന് ഇളമരം കരീം മുമ്പ് ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഉദാഹരണമായി ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ പറഞ്ഞതിന് വിനു വി ജോണിനെതിരെ എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ നടത്തി, ഭീഷണി മുഴക്കി, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അപ്പോൾ ഇവരൊന്നും ദൈവതുല്യരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും CPM-ൻ്റെ നേതാക്കളോടാണ് ഈ പറയുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകുമെന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു അതിന് മുകളിലേക്ക് പോകും എന്ന്, അതായത് മേയർക്ക് മുകളിലേക്ക് പോകും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ മേയർ ഒരിക്കലും ചിത്രത്തിലില്ലാത്ത ഒരവസ്ഥയാണ്. അവരൊരു മിക്കവാറും ഇത്തരത്തിൽ ഇനി പാർട്ടി അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്താമെന്നല്ലാതെ, ഒരു പക്ഷേ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും PSC മെമ്പറോ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തിരുത്താൻ എന്ന് കരുതിയാൽ തന്നെ പാർട്ടി ഏതാണ്ട് ചതഞ്ഞ് ചീഞ്ഞ അവസ്ഥയിലാണ്. അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു. ഇനിയുള്ളത് ഭർത്താവ് സച്ചിൻ ദേവാണ്. അദ്ദേഹം ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ വിഷയം തന്നെ ബാലുശ്ശേരിയിലെ മത്സരത്തിൽ പ്രതിഫലിച്ചേക്കാം. കാരണം കുറച്ച് വോട്ടെങ്കിലും ഇതിൻ്റെ പേരിൽ സച്ചിൻ ദേവിന് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. ഇനിയുള്ളത് ഒരുപക്ഷെ സച്ചിൻ ദേവ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു MLA ആയേക്കാം. ആ MLA-യുടെ ഭാര്യയായി ഒതുങ്ങിക്കൂടുക എന്നുള്ളത് മാത്രമാണ് ഇനി ആര്യ രാജേന്ദ്രന് ചെയ്യാനുള്ളത്. അല്ലാതെ CPM അധികാരത്തിൽ വരുമെന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടി ഇനി രാഷ്ട്രീയത്തിൽ തന്നെ തുടരാമെന്നോ ഉള്ള ഒരു വ്യാമോഹം മാത്രമായിരിക്കും. എന്തായാലും കേരളം ഒരു അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ആർക്ക് മാനസികമായി ഐക്യമില്ലാത്ത CPM നേതാക്കളിൽ ഒരാളാണ് ഈ ആര്യ രാജേന്ദ്രൻ. ഇതോടുകൂടി എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ പ്രതാപമൊക്കെ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.